മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് നല്ല ചിന്ത ഉണ്ടാവണം. അപ്പം മഗ്ഫിറത്ത് എന്ന് പറയുന്നത് ദുന്യാവിലെ സൗകര്യവുമായി അത് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുതന്നെയാണ് ആഖിറത്തിലെ സൗകര്യങ്ങളും. അതുകൊണ്ട് ഖൽബുൻ സലീം ഉണ്ടായിരിക്കണം. ഖൽബുൻ സലീമുള്ളവർക്ക് മാലും മുതലും മക്കളും ഉപകാരം ചെയ്യുമെന്നു തന്നെയാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളത്. ഈ ദുനിയാവിലെ ജീവിതകാലം നമുക്ക് ടെൻഷൻ ഇല്ലാതെ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയണം. അത് തിരിച്ചറിവാണ് ശരിക്ക്. ഈ പിന്നെ ദുഃഖവും സന്തോഷവും രണ്ടല്ല, ഒന്നാണ്. ദുഃഖം എന്ന് പറഞ്ഞ സാധനം, സന്തോഷം എന്ന് പറഞ്ഞത് രണ്ടല്ല, അത് ഒരേ സാധനമാണ്. നമ്മൾ എങ്ങനെ വിചാരിക്കുന്നു അതിനനുസരിച്ചാണ്. ചില ആളുകളുടെ ദുഃഖം മറ്റു ചില ആൾക്കാരുടെ സന്തോഷമാണ്. അപ്പോൾ സാധനം രണ്ടും ഒന്നാണ്. ദുഃഖവും സന്തോഷവും ഒന്നാണ്. രാവും പകലും ഒരേ സാധനമാണ്. അതിങ്ങനെ മറിഞ്ഞു വരുന്നു എന്നേ ഉള്ളൂ, ഒരേ സാധനമാണ്. രണ്ടും രണ്ടാണെങ്കിൽ രണ്ടും ഒപ്പം വരും, അങ്ങനെ ഉണ്ടാവില്ലല്ലോ. രണ്ട് സാധനങ്ങളാണെന്ന് വിചാരിക്കുക. രണ്ടും ഒരാളാവുമ്പോൾ ഒരാൾക്കേ വരാൻ കഴിയുള്ളൂ, രണ്ടാൾക്ക് വരാൻ കഴിയൂല. രണ്ട് സാധനവും രണ്ടാണെങ്കിൽ രണ്ടും ഒരുമിച്ച് വരും. വെളുപ്പും കറുപ്പും കൂടി ഒപ്പം വരുമോ? ഉണ്ടാവില്ല. ഒന്നുകിൽ വെളുപ്പേ വരുള്ളൂ അല്ലെങ്കിൽ കറുപ്പേ വരുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? രണ്ടും ഒരേ സാധനമാണ് എന്നുള്ളതാണ്. എന്ന മാതിരി ദുഃഖവും സന്തോഷവും ഒരേ സാധനമാണ്. നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതിനനുസരിച്ചാണ്. ചില ആൾക്കാരുടെ ദുഃഖം വേറെ ചില ആൾക്കാരുടെ സന്തോഷമാണ്, വേറെ ചില ആൾക്കാരുടെ സന്തോഷം വേറെ ചില ആൾക്കാരുടെ ദുഃഖമാണ്. എത്ര നല്ല സെൻ്റാണെങ്കിലും ചിലർക്ക് തലകുത്തുണ്ടാവും എന്നർത്ഥം. ചില ആൾക്കാരുടെ സന്തോഷം വേറെ ചില ആളുകളുടെ വിഷമമാണ്, ദുഃഖമാണ്. സാധനം രണ്ടും ഒന്നാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചാകുന്നു. അപ്പോൾ സന്തോഷത്തോടു കൂടെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ സന്തോഷത്തിന് ഈ അടങ്ങാറൊക്കെ ഇപ്പോൾ ജീവിക്കാനുള്ള അടങ്ങാറാ മരിക്കാനുള്ള അടങ്ങാറാ? നമുക്ക് തോന്നും ജീവിക്കാനുള്ള അടങ്ങാറാണെന്ന്. സത്യത്തിൽ ജീവിതം എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. ഇപ്പം എത്ര പോകുന്നൊരു സാധനമാണെന്ന് വിചാരിക്കുക. ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്ന വലിയൊരു സാധനം. ഇത് ജനനം, ഇത് മരണം. ജനിച്ചത് മുതൽ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ എത്തുമ്പോൾ മരണം തീരുന്നു. അപ്പോൾ ഈ അടങ്ങാറ് എന്തിനുള്ള അടങ്ങാറാ? മരിക്കാനുള്ള അടങ്ങാറോ ജനിക്കാനുള്ള അടങ്ങാറോ? ജനനം കഴിഞ്ഞാൽ പിന്നെ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ അടങ്ങാറ് എന്നാ തീരുക? മരിച്ചാൽ തീരും. അത് മനസ്സിലാക്കിയ ആൾക്കാർക്ക് ഭയങ്കര റാഹത്തായിരിക്കുന്നു. ബിലാൽ റളിയല്ലാഹു അതിൽപ്പെട്ട ആളായിരുന്നു. ബിലാൽ റളിയല്ലാഹു അതിൽപ്പെട്ട ആളാണ്. ബിലാൽ റളിയല്ലാഹു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഞാനിനി മദീനയിൽ നിൽക്കൂലായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. കൂഫയിലേക്ക് നിശ്ചയിച്ചിരുന്ന ഗവർണറുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, തർക്കമുണ്ടായി. അങ്ങനെ ആൾക്കാർ വന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഉസ്മാനെ കൂഫയത്തെ ഗവർണറെ മാറ്റണം എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, കുറ്റാരോപിതനായ ആളെ വിളിച്ച് വിചാരണ നടത്തിയിട്ടല്ലാതെ തീരുമാനം എടുക്കാൻ കഴിയൂലായിരുന്നു. വന്നവർ പറഞ്ഞു, ആ വിചാരണയൊക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്, തീരുമാനം ഇപ്പോൾ വേണമെന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, അങ്ങനെ പെട്ടെന്നാണ് തീരുമാനിക്കാൻ പറ്റുമൊന്നുമില്ല, ആലോചിച്ചിട്ടേ പറ്റുള്ളൂ പറഞ്ഞു. ഇപ്പം തന്നെ തീരുമാനമാണ്, അല്ലെങ്കിൽ കമ്മിറ്റി വേണ്ടായിരുന്നു, പിരിച്ചുവിട്ടാളിയാർ വന്നവർ. അവസാനം ഭയങ്കര പ്രശ്നമായി. പട്ടാളക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമായി. മദീനയിൽ എല്ലാ പട്ടാളക്കാരും തമ്പടിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറച്ച് ആൾക്കാർ കൊല്ലാൻ പ്ലാൻ ചെയ്തു. അലി റളിയല്ലാഹുവിനെ പോലെയുള്ള ആൾക്കാർ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഈ വീടിൻ്റെ ബാക്കിൽ കൂടി ഒരു വഴി ഉണ്ടാക്കിത്തരാം. നിങ്ങൾ അതിൽക്കൂടെ പോയിട്ട് ഒന്നുകിൽ മക്കയിൽ പോയി താമസിക്കുക, അല്ലെങ്കിൽ കൂഫയിൽ പോയി അവിടെ ഇരുന്ന് ഭരിക്കുക, രണ്ടാലൊന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ പോവില്ലാറ്. അതിന് കുറേ കാരണം പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, അള്ളാഹിൻ്റെ റസൂല് കടന്നുറങ്ങുന്ന മദീന വിട്ട് പോണ പ്രശ്നമില്ല. ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, മദീനത്ത് ഞാൻ നിൽക്കണ പ്രശ്നം തന്നെ ഇല്ല. ഏതാ വേണ്ടത്? അത് ഓരോരുത്തരും മനസ്സുപോലെയാണ്. ബിലാൽ റളിയല്ലാഹു കൂഫയിലേക്ക് പോയി. കൂഫക്കാർ ബിലാൽ റളിയല്ലാഹുവിനെ നേതാവാക്കി. സ്വഹാബിയായ ഒരാൾ വന്നതല്ലേ, നേതാവാക്കി. മഹാനവറുകൾ കുറേ കാലം ജീവിച്ചു. വഫാത്തിൻ്റെ അസുഖങ്ങൾ കാണിച്ചു തുടങ്ങി. നാട്ടുകാർ മൊത്തം കരഞ്ഞു. ബിലാൽ റളിയല്ലാഹു ചിരിച്ചു. തൻ്റെ ഭാര്യയും കരഞ്ഞപ്പോൾ
ഭാര്യയെ വിളിച്ചുകൊണ്ട് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹധർമ്മിണി, പൊന്നുമോളെ, നീ എന്തിനാണ് കരയുന്നത്? ഞാൻ ഇത്രയും കാലം വിഷമിച്ചിരുന്നത് ഏത് വിഷയത്തിലാണോ ആ വിഷമം തീരാൻ പോവുകയാണ്. എനിക്ക് ഇത്ര കാലം എന്ത് വിഷയത്തിലാ വിഷമം ഉണ്ടായിച്ചാല് ആ വിഷമം തീരാൻ പോവുകയാണ്, ഇജെന്തിനാ കരയണത് എന്ന് പറഞ്ഞുകാണ്ട് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറയുകയാണ് ചെയ്തത്. എല്ലാവരും മരിച്ചുമോ നിലവിളിച്ചൊന്നുമില്ല, എല്ലാ ആൾക്കാരും മരിച്ചുമോ നിലവിളിക്കൂല. അതൊരു കാഴ്ചപ്പാടാണ്. സത്യത്തിൽ മരണത്തിന് ശേഷമുള്ള ലോകത്തേക്കാണ് നമ്മളിവിടെ അധ്വാനിക്കുന്നത്, നമ്മളിവിടെ പണമുണ്ടാക്കുന്നത്. അതുകൊണ്ട് ലക്ഷ്യം കറക്റ്റാണെങ്കിൽ ഒന്നും സംഭവിക്കൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെക്കണം. ഞാൻ അധ്വാനിക്കണോ അതിനാണ്, എൻ്റെ പൈസ അതിനാണ്, എൻ്റെ മക്കളും അതിനാണ്, എൻ്റെ ജീവിതം അതിനാണ്, എൻ്റെ മരണവും അതിനാണ്, എല്ലാം അതിനാകുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്ന എന്ന പേരിൽ പ്രസിദ്ധനായ ആളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. വാപ്പാന്റെ ഗുണാണ് മകനുണ്ടായത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന വാപ്പാന്റെ ഗുണമാണ് മകനുണ്ടായത്. എന്തേ വാപ്പാന്റെ ഗുണം? ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിക്ക് വേണ്ടിയല്ലാതെ എൻ്റെ ഭാര്യയുമായി ഇണചേർന്നിട്ടില്ല എന്ന് പറഞ്ഞ ആളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് നബിയെ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കലാണ്, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കലാകുന്നു. രണ്ടാമത്തേത് വജംഉൽ മാലി ലിൽ ഇൻഫാഖി അലൈക, നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പൈസയുണ്ടാക്കലാണ്. നമ്മുടെ പണവും നമ്മുടെ സമ്പത്തും നമ്മുടെ വീടും നമ്മുടെ വരുമാനവും നമ്മുടെ മക്കളുമെല്ലാം മുഹമ്മദീയ മാർഗത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കട്ടെ. ദുനിയാവും ആഖിറൊക്കെ സന്തോഷകരമാക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള ആശിഖീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മളെല്ലാം ചേർത്ത് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹു നമ്മിൽ നിന്നും സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. ഇരുലോക വിജയികളിൽ അള്ളാഹു ചേർത്ത് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അർഹമുർ-റാഹിമായ റബ്ബേ, ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരുടെയും ഖൽബിലെ മുഴുവൻ മുറാദുകളെയും നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. ജീവിക്കാൻ ആവശ്യമായ തരത്തിലുള്ള വരുമാനങ്ങളെയും അതിനുള്ള എല്ലാ സൗകര്യങ്ങളെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാൻ. ഒരു മഖ്ലൂക്കിൻ്റെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തരുത് റഹ്മാൻ. ഖാലിഖായ റബ്ബേ, ഞങ്ങളെല്ലാവരുടെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കണേ അല്ലാഹ്. അള്ളാഹുവേ, നാട്ടിലും യാത്രയിലും ഞങ്ങളുടെ ആയുസ്സിലും വരുമാനങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാന്. മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഇൽമിലും അമാലിലും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അർഹമുർ-റാഹിമായ റബ്ബേ, ഒരുപാട് സ്ത്രീകൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു. ഖൽബിന്റെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. വിധവകൾക്ക് ഖൽബിനു സബ്ർ നൽകണേ റഹ്മാനെ. കുട്ടികൾ ഒരുപാടുള്ള സദസ്സാണ്, അവരുടെ ബറക്കത്ത് കൊണ്ട് ഈ ദുആ നീ ഖബൂലാക്കണേ അല്ലാഹ്. പ്രായമായവർ ഒരുപാടുണ്ട്, ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും സലാമത്തും നൽകണേ അല്ലാഹ്. ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. അർഹമുർ-റാഹിമായ റബ്ബേ, ഞങ്ങളെ എല്ലാവരെയും നീ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ മുറാദുകളെയും വീട്ടിത്തരണേ അല്ലാഹ്. കടങ്ങളെ വീട്ടി സലാമത്താക്കണേ അല്ലാഹ്. കടക്കാരായി മരിക്കുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അർഹമുർ-റാഹിമായ റബ്ബേ, അപകട മരണങ്ങളെ തൊട്ട് കാത്ത് സലാമത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് മരണത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാഹ്. അർഹമുർ-റാഹിമായ റബ്ബേ, മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ മൗത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആണും പെണ്ണുമായ ഞങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. അവരെ നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നാഫിയായ ഇൽമ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെ ഖൈറിന്റെ അഹ്ലുകാരാക്കണേ അല്ലാഹ്. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ളവരാക്കണേ അല്ലാഹ്. ഉള്ള മുതലിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബറക്കത്തായ മുതൽ ഏറ്റിത്തരണേ അല്ലാഹ്.
അർഹമുർറഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും നീ ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹ്. അല്ലാഹുവേ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കണ്ണിൻ്റെയും കാലിൻ്റെയും കൈയിൻ്റെയും മൂക്കിൻ്റെയും തുടങ്ങിയ എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കണേ അല്ലാഹ്. ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ചവർക്ക് വലിയ കൂലി നൽകണേ അല്ലാഹ്. ആലിമീങ്ങളെ ഉഖ്റവിയായ ആലിമീങ്ങളാക്കണേ അല്ലാഹ്. മുത്തഅല്ലിമീങ്ങളെ ഉഖ്റവിയായ ആലിമീങ്ങളാക്കണേ അല്ലാഹ്. ഈ നാട്ടിലെ ഐക്യത്തെയും യോജിപ്പിനെയും നിലനിർത്തണേ അല്ലാഹ്. ദർസിനെ നീ നിലനിർത്തണേ അല്ലാഹ്. പള്ളിക്ക് വേണ്ടി സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. ദീനിയായ വിഷയങ്ങളിൽ സഹകരിക്കുന്നവരോട് നീയും സഹകരിക്കണേ റഹ്മാനെ. പരിശുദ്ധമായ റമദാൻ നല്ല നിലയിൽ സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇജ്അൽ ജമ്മനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മാസൂമാ ഫലാ തജ്അൽ മിന്നാ വലാ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.